നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ വമ്പൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 3 സംസ്ഥാനങ്ങളിലെ നിർണായക നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ഭരണകക്ഷിയായ ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് അവിശ്വസനീയമായ തിരിച്ചടി. രാജ്യവ്യാപകമായി ആളിക്കത്തിയ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കും ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിൽ ബി.ജെ.പിക്ക് സ്വന്തം കോട്ടകളിലാണ് കാലിടറി വീഴേണ്ടി വന്നത്. ബീഹാറിലെ പട്നയിൽ ബി.ജെ.പിയുടെ ഏറ്റവും സുരക്ഷിതമായ തട്ടകമെന്ന് കരുതപ്പെട്ടിരുന്ന ബങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പിയെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ജനസുരാജ് പാർട്ടി സ്ഥാപകനും പ്രമുഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ നേടിയിരിക്കുന്നത് 19,000-ലധികം വോട്ടുകളുടെ വമ്പൻ വിജയം. ഈ തകർപ്പൻ ജയം കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നതിലുപരി ബീഹാറിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ തിരുത്തിക്കുറിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനിൽ നിന്നും സജീവ രാഷ്ട്രീയക്കാരനിലേക്ക് മാറിയ പ്രശാന്ത് കിഷോർ മത്സരിച്ച കന്നി തെരഞ്ഞെടുപ്പിൽ തന്നെ നേടിയ ഈ അട്ടിമറി വിജയം ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തെ ഒന്നാകെ ഞെട്ടിച്ചു. ബി.ജെ.പി തങ്ങളുടെ ദേശീയ അധ്യക്ഷനായി ഉയർത്തുകയും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്ത നിതിൻ നബീൻ ഒഴിവാക്കിയ സീറ്റിലാണ് ഈ ചരിത്ര വിജയം പ്രശാന്ത് കിഷോർ സ്വന്തമാക്കിയതെന്നതാണ് തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നത്. 1995 മുതൽ, അതായത് കഴിഞ്ഞ 30 വർഷക്കാലമായി ബി.ജെ.പിയും സിൻഹ കുടുംബവും മാത്രം ജയിച്ചു കയറിയ സുരക്ഷിത കോട്ടയിലാണ് പ്രശാന്ത് കിഷോറിന്റെ അപ്രതീക്ഷിത അട്ടിമറി. ബീഹാർ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ 40ഓളം സ്റ്റാർ പ്രചാരകരെയും കൂറ്റൻ പ്രചരണ സംവിധാനങ്ങളെയും ഇറക്കിയിട്ടും സ്വന്തം പാർട്ടി അധ്യക്ഷന്റെ മണ്ഡലം നിലനിർത്താൻ ബി.ജെ.പിക്ക് സാധിച്ചില്ല. ബീഹാറിൽ ഭരണം കൈയാളുന്ന ബി.ജെ.പിക്ക് തങ്ങളുടെ ഏറ്റവും സുരക്ഷിത മണ്ഡലത്തിൽ നേരിട്ട ഈ പരാജയം ദേശീയ തലത്തിൽ തന്നെ വലിയ നാണക്കേടായി മാറി. ബീഹാറിന് പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലെ ദതിയ മണ്ഡലത്തിലും ബി.ജെ.പിക്ക് കനത്ത പ്രഹരമേറ്റു. കോൺഗ്രസ് എം.എൽ.എ ആയിരുന്ന രാജേന്ദ്ര ഭാരതി അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിവ് വന്ന ദതിയയിൽ കോൺഗ്രസ് തങ്ങളുടെ കരുത്ത് വീണ്ടും തെളിയിച്ചു. കോൺഗ്രസിനായി പോരാട്ടത്തിനിറങ്ങിയ മുതിർന്ന നേതാവും മുൻ എം.എൽ.എയുമായ ഘൻശ്യാം സിംഗ് 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പിയെ പരാജയപ്പെടുത്തിയത്. ഘൻശ്യാം സിംഗ് 66,787 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥി അശുതോഷ് തിവാരിക്ക് 60,741 വോട്ടാണ് നേടാൻ സാധിച്ചത്. മുതിർന്ന ബി.ജെ.പി നേതാവും മുൻ മന്ത്രിയുമായ നരോത്തം മിശ്രയ്ക്ക് സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും അമർഷവുമൊക്കെ ഉണ്ടായിരുന്നു. ഈ ആഭ്യന്തര തർക്കങ്ങളും പ്രാദേശിക തലത്തിലെ പ്രതിഷേധങ്ങളുമാണ് ദതിയയിൽ ബി.ജെ.പിയുടെ പരാജയത്തിന് ആക്കം കൂട്ടിയത്. കനത്ത പ്രചരണം നടത്തിയിട്ടും സ്വന്തം തട്ടകത്തിൽ കോൺഗ്രസ് നേതാവിനോട് പരാജയപ്പെട്ടത് മധ്യപ്രദേശ് ബി.ജെ.പി നേതൃത്വത്തിനും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ആകെയുള്ള ആശ്വാസം പ്രധാനമന്ത്രിയുടെ തട്ടകമായ ഗുജറാത്തിലെ മഞ്ചാൽപൂർ മണ്ഡലത്തിൽ നേടിയ വിജയം മാത്രമാണ്. മുതിർന്ന ബി.ജെ.പി എം.എൽ.എ ആയ യോഗേഷ് പട്ടേലിന്റെ നിര്യാണത്തെ തുടർന്ന് വഡോദരയിൽ മഞ്ചാൽപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബി.ജെ.പിയുടെ ഉറച്ച ശക്തി കേന്ദ്രമായ ഇവിടെ പാർട്ടിക്കായി മത്സരിച്ച സതീഷ് പട്ടേൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിക്കാഭായി റാബറിയെ 30,000-ലധികം വോട്ടുകൾക്കാണ് സതീഷ് പട്ടേൽ തോൽപ്പിച്ചത്. സതീഷ് പട്ടേൽ 55,481 വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 24,881 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അസമയം ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി പൂർണ്ണമായും അംഗീകരിക്കുന്നതായി ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ വ്യക്തമാക്കി. ബീഹാറിലെ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമായ ബങ്കിപ്പൂരിലും മധ്യപ്രദേശിലെ ദതിയയിലും പരാജയപ്പെട്ടതിനെക്കുറിച്ച് പാർട്ടി തലത്തിൽ വിശദമായ ആത്മപരിശോധനയും അവലോകനവും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ മഞ്ചൽപൂർ മണ്ഡലം നിലനിർത്താൻ സഹായിച്ച വോട്ടർമാർക്കും പ്രവർത്തകർക്കും നന്ദി അറിയിച്ച അദ്ദേഹം ജനവിധി വിനയത്തോടെ സ്വീകരിക്കുന്നുവെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബങ്കിപ്പൂരിലും ദതിയയിലും ബി.ജെ.പിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ലെന്നും തിരിച്ചടികൾ ഗൗരവത്തോടെ പഠിച്ച് പാർട്ടിയെ ജനങ്ങളിലേക്ക് വീണ്ടും അതിശക്തമായി തിരിച്ചെത്തിക്കുമെന്നും നിതിൻ നബീൻ പറഞ്ഞു.